പൃഥ്വിരാജ് നായകനായ ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് നിവിൻ പോളി നായകനാവുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ആദ്യം ഗ്ലിംസ് ഇറങ്ങിയ സമയത്ത് ഇതൊരു കോമഡി എൻ്റർടൈനർ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയായിട്ടായിരുന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജനഗണമന എന്നൊരു സിനിമ ചെയ്തിട്ടുള്ള സംവിധായകൻ്റെ ആ ട്രാക്ക് അങ്ങ് മാറി കോമഡി എൻ്റർടൈനർ ട്രാക്കിലേക്ക് കയറിയെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 1-നാണ്, അതായത് തൊഴിലാളി ദിനത്തിലൊക്കെയായിരുന്നു. സിനിമയുടെ പ്രൊമോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അത് തന്നെയായിരുന്നു, പുതിയ പോസ്റ്റർ കണ്ടപ്പോഴും അതൊക്കെ തന്നെയൊക്കെയായിരുന്നു. അപ്പോൾ സിനിമയുടെ ടീസർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ സിനിമയുടെ നമ്മുടെ എല്ലാവരുടെയും ധാരണ അങ്ങ് മാറിക്കിട്ടി. ലിജോ ജോസ് ആൻ്റണി എന്ന സംവിധായകൻ ചെയ്ത പടമെല്ലാം നമ്മൾ കണ്ടതാണ്. ക്വീൻ, ജനഗണമന പോലത്തെ സിനിമകളൊക്കെ ചെയ്ത സംവിധായകൻ ഇച്ചിരി ട്രാക്കെല്ലാം മാറ്റി പിടിച്ച് ഇച്ചിരി ഫാമിലി ഓഡിയൻസൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ചെയ്യും എന്ന് വിചാരിച്ച നമുക്കാണ് ശരിക്കും തെറ്റുപറ്റിയത്. ടീസർ ഇറക്കിയത് എന്തായാലും വളരെ നന്നായി. കാരണം നമ്മൾ കോമഡി എൻ്റർടൈനർ പ്രതീക്ഷിച്ച് സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഈ ഒരു സീരിയസ് സിനിമ കാണുവാണെങ്കിൽ അവിടെ തീർന്നല്ല, പിന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. മഞ്ജു പിള്ള പിന്നെ സലീം കുമാറേട്ടൻ എന്നൊക്കെ സിനിമയിൽ ഒരു പ്രധാന വിഷയമെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലിംസിനകത്ത് കാണിച്ചിട്ടുള്ള ആ കോമഡി സീൻസ് എല്ലാം സിനിമയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് മാത്രമാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കാണാൻ ചാൻസ് ഉണ്ട്. നിങ്ങളും ടീസർ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.